ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ്. കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി അനത്തണമെങ്കിലും വെള്ളം കിട്ടണം. അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, നിന്റെ കൂടെ എല്ലാ ഡോക്യുമെന്റ്സിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെന്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെന്റ്സ്, കർത്താവെ, അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികള് ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊഴിലാളികള്, മത്സ്യത്തൊഴിലാളികള്, അവരുടെ കടങ്ങള്, അവരുടെ ജീവിത ആവശ്യങ്ങള്, അവരുടെ തൊഴിൽ സംഘർഷങ്ങള്, അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിന്റെ മധ്യസ്ഥ ഏൽപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ഉടമ്പടിയില് ജീവിക്കുന്നവരുടെ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു ത്രെട്ട്, ഭീഷണി എന്ന് പറയണത് ശരിക്കും പറഞ്ഞ നമ്മുടെ സൽപ്രവൃത്തികളാണ്. ഞാൻ പറയണ ശ്രദ്ധിച്ചേക്കണേ. കാര്യം, ലോകത്തില് എന്തുമാത്രം സൽപ്രവൃത്തികളാണ് ഈ ഉടമ്പടി എടുത്ത മനുഷ്യര് ചെയ്യുന്നതെന്ന് നമ്മൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും. ആതുരാലയങ്ങളിലും, കേരളത്തിലെ എല്ലാ ആതുരാലയങ്ങളിലും, ലോകത്തിലുള്ള മലയാളികൾ അടുത്ത് താമസിക്കുന്ന എല്ലാ ആതുരാലയങ്ങളിലും ആവശ്യത്തിന് പണവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യപദാർത്ഥങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഉടമ്പടി എടുത്തവര് അവരുടെ സ്പിരിച്വൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അവരും സൽപ്രവൃത്തി ചെയ്യുന്ന മറ്റുള്ളവരെ ശ്രദ്ധിക്കാനൊരു കാര്യം പറയണം. സൽപ്രവൃത്തികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥനയിൽ ബാക്ടീരിയ കയറുന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സൽപ്രവൃത്തികൾക്ക് ഇങ്ങനെ സംഭവിക്കും. കാര്യം, സൽപ്രവൃത്തികള് കളങ്കിത സൽപ്രവൃത്തി കൊണ്ട്, നിഷ്കളങ്ക സൽപ്രവൃത്തി കൊണ്ട്, രക്ഷാകര സൽപ്രവൃത്തി അഥവാ കൃപാവര പ്രവൃത്തിയുണ്ട്. അവ 3 തരം പ്രവൃത്തികളാണ് സൽപ്രവൃത്തികളുള്ളത്. ഒന്ന് കളങ്കിത സൽപ്രവൃത്തി. അതിന് ബൈബിൾ വളരെ മോശം ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. യെശയ്യാ 64:6 ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. മലിനവസ്ത്രം പോലെയുമാണ്. ഇത് POC ബൈബിളാണ്. അത് ഗ്രീക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന തർജ്ജിമയാണ്. ഈ ലാറ്റിൻ മൂലം ഉൾഗാത്തായിൽ നിന്ന് എടുത്ത തർജ്ജിമയാണ് നമ്മളുടെ മുത്തേടച്ചന്റെ പഴയ ബൈബിള്, മലയാളം ബൈബിള്. മുത്തേടച്ചൻ ബൈബിളിൽ ഇതിനേക്കാൾ രൂക്ഷമായ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയാണ്. മുത്തേടച്ചന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അത് ലാറ്റിൻ ട്രാൻസ്ലേഷൻ ആണ് മലയാളത്തിലേക്ക്. അത് ഋതുവായ സ്ത്രീയുടെ
മാലിന്യ വസ്ത്രം പോലെയാണ്. ചില സൽപ്രവൃത്തികൾ അങ്ങനെയൊക്കെ സംഭവിക്കും. സംഭവം സൽപ്രവൃത്തിയായിരിക്കും, പക്ഷെ ആ ഉദ്ദേശശുദ്ധിയില്ലേ, അവിടെയാണ് ശുദ്ധ സൽപ്രവൃത്തിയും കളങ്കിത സൽപ്രവൃത്തിയുമായിട്ട് വരുന്നത്. ഉടമ്പടിയിൽ നിങ്ങൾ ഈ നിങ്ങളുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് സൽപ്രവൃത്തി എന്നാണ് ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങളുടെ ചാരിറ്റി ലെവല് സുവിശേഷ വിഹിതമായ കൈമാറ്റ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഉടമ്പടിയിൽ. അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉടമ്പടി സൽപ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എക്വിപ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആകുക. കാര്യം ദൈവമായിട്ട് ഈക്വലായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ദൈവം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന സുവിശേഷ വിഹിതമായ രീതിയിൽ ഒരു കോമ്പറ്റൻസി രൂപപ്പെടുത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്ന സൽപ്രവൃത്തിയാണ്. അപ്പൊ സൽപ്രവൃത്തി ചെയ്യുന്നത് അത് കളങ്കിത സൽപ്രവൃത്തി എന്ന് വെച്ചാൽ ഉദ്ദേശം കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് തങ്ങള് ഈ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുന്നതും അനാഥാലയം സന്ദർശിക്കുന്നതും പൊതിച്ചോറ് കൊടുക്കുന്നതും വസ്ത്രം വിതരണം ചെയ്യുന്നതും പാവത്തിനെ സഹായിക്കുന്നതും ഒക്കെ ആ വിഷയം നടക്കാൻ വേണ്ടിയാണെന്നുള്ള ഇന്റൻഷൻസ് വരുമ്പോ ഈ പറഞ്ഞ പോലെ മാലിന്യ വസ്ത്രം പോലെയാകും. ആ മാലിന്യം വരും. അതിൻ്റെ സ്വാർത്ഥ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ മാലിന്യങ്ങളാണ് വരേണ്ടത്. അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം അക്സെപ്റ്റബിൾ അല്ല. മലിന വസ്ത്രം ചില സമയത്ത് അങ്ങനെ വന്നാൽ പോലും നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഈ എല്ലാ വസ്ത്രങ്ങളും അലക്കുന്ന ഒരു ഡിറ്റർജൻ്റ് ഉണ്ട്. അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ബൈബിൾ അവസാനിപ്പിക്കണത്. വെളിപാട് അവസാനിക്കണം അങ്ങനെയാ. വെളിപാട് 7:13-14. വെളിപാട് 7:14. അതെ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? വെള്ള അങ്കി, മല്ലമല്ലാത്ത വസ്ത്രം, വെള്ള അങ്കി അണിഞ്ഞ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഇവര് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ. ഞെരുക്കമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതല്ല പ്രശ്നം. ആ ഞെരുക്ക സമയത്ത് കുഞ്ഞാടിന്റെ രക്തത്തില് തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ. ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചവര്. നമ്മുടെ സൽപ്രവർത്തികൾ എങ്ങനെയെങ്കിലും കളങ്കം കയറിയാലും നമ്മൾക്ക് നമ്മുടെ സഹനങ്ങളെ അതിന് പരാതിയും പരിഭവവും ഇല്ലാതെ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഒരു ഡിറ്റർജന്റ് ക്ലീൻനെസ് അവിടെ വരും. അപ്പം അത് നല്ലതാ. ശരിക്കും ഈ സൽപ്രവർത്തികളെ ദൈവത്തിന് മുമ്പ് സ്വീകാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനിൽ മുക്കണം നമ്മൾ. ഏതാണത്? ക്രിസ്തുവിന്റെ രക്തവും കർത്താവിന്റെ സഹനമാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്ന ജീവിത സഹനങ്ങളിലെ മറ്റുള്ളവര് ആണ് അതിന്റെ കാരണമെങ്കിലും അവിടെ കടുത്തേക്ക് കയറാനും മത്സരം ഉണ്ടാക്കാനും വാഗ്വാദം ഉണ്ടാക്കാനും മത്സരം ജയിക്കാനും, അത് ലോകത്തിലുള്ള ആൾക്കാർ അങ്ങനെ പല കാര്യങ്ങളും ആ രീതി ചെയ്യും. അപ്പം അത് നമുക്ക് സ്വീകാര്യമല്ല. കാര്യം ദൈവത്തെ നമ്മുടെ പക്ഷം ചേർക്കുക എന്നുള്ളതാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കണത്.